തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്നതിനെയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഈ തൈറോയിഡ് ഗ്രന്ഥി കഴുത്തിൻ്റെ മുൻവശത്ത് ശ്വാസനാളത്തിൻ്റെ രണ്ട് വശത്തുമായിട്ട് ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. മുഴയുടെ വലിപ്പമനുസരിച്ച് WHO തൈറോയിഡ് മുഴകളെ 3 ഗ്രേഡായിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രേഡ് 0 എന്ന് പറഞ്ഞാൽ മുഴയില്ല. ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ പരിശോധനയിലൂടെ മാത്രം കണ്ടുപിടിക്കാവുന്ന മുഴയാണ്. ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തു നിന്ന് കാണുകയും ചെയ്യാം. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ വളരെ ദൂരെ നിന്ന് കാണാവുന്ന മുഴ. ഇതാണ് WHO ഗ്രേഡിംഗ്. തൈറോയിഡ് ഗ്രന്ഥി 2 പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട്, T3, T4. ഈ 2 ഹോർമോണുകളും ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക്, തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക്, അന്നജത്തിൻ്റെ മെറ്റബോളിസത്തിന്, അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ മെറ്റബോളിസത്തിന് ഒക്കെ വളരെ ആവശ്യമുള്ള ഹോർമോണുകളാണ്. ഈ 2 ഹോർമോണുകളും TSH എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ TSH നമ്മുടെ തലച്ചോറിൽ നിന്നാണ് വരുന്നത്. TSH ആണ് ഈ 2 ഹോർമോണുകളുടെയും ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത്. ആഹാരത്തിലും വെള്ളത്തിലും അയോഡിൻ്റെ കുറവുണ്ടാകുമ്പോൾ ഗോയിറ്റർ ഉണ്ടാകാം. സാധാരണഗതിയിൽ 100 മുതൽ 125 മൈക്രോഗ്രാം വരെ അയഡിൻ ഒരു ദിവസം ഒരു സാധാരണ മനുഷ്യന് ആവശ്യമുണ്ട്. ഇതിൻ്റെ കുറവ് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. രണ്ടാമതായിട്ട് നമ്മുടെ കുടലിൽ നിന്നും അയോഡിൻ വലിച്ചെടുക്കാൻ പ്രയാസമുണ്ടാകുമ്പോൾ, ശരീരത്തിന് പ്രയാസമുണ്ടാകുമ്പോഴും ഗോയിറ്റർ ഉണ്ടാകാം. മൂന്നാമതായിട്ട് ചില എൻസൈമുകളുടെ കുറവ് മൂലം ഗോയിറ്റർ ഉണ്ടാകാം. അത് ഈ ഹോർമോൺ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഹോർമോണുകളുടെ കുറവ് മൂലം ഗോയിറ്റർ ഉണ്ടാകാം. നാലാമതായിട്ട് ചില ആഹാര പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് കാബേജ്, കപ്പ മുതലായ സാധനങ്ങൾ ഗോയിറ്റർ ഉണ്ടാക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ്. അഞ്ചാമതായിട്ട് PAS മുതലായ ചില മരുന്നുകൾ ഗോയിറ്റർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ റേഡിയേഷൻ ചികിത്സ, ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ കുട്ടികളിൽ ചില തരം ക്യാൻസറുകൾക്ക് റേഡിയേഷൻ എടുക്കാറുണ്ട്. ആ റേഡിയേഷൻ കഴിഞ്ഞാൽ ഏതാണ്ട് 10-15 വർഷം കഴിയുമ്പോൾ ക്യാൻസർ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ് ചെർണോബിൽ ദുരന്തം എന്ന് പറയുന്നത്. അവിടെ ന്യൂക്ലിയർ പ്ലാന്റിൽ അപകടം സംഭവിച്ചപ്പോൾ അന്നുണ്ടായ ആ ലീക്കിൽ നിന്നുള്ള റേഡിയേഷൻ മൂലം പല ആൾക്കാർക്കും 10-15 വർഷം കഴിഞ്ഞപ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയിൽ ക്യാൻസർ വന്നതായിട്ട് കാണുന്നുണ്ട്. അവസാനമായിട്ട് കുടുംബപരമായിട്ട് പലരിലും ഗോയിറ്റർ കണ്ടുവരുന്നുണ്ട്. അത് പലതരത്തിലുള്ള എൻഡോക്രൈൻ അസുഖങ്ങളും ഈ കുടുംബപരമായിട്ട് കാണാറുണ്ട്. ഇന്ന് വേറൊരു വിരോധാഭാസം നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാം അയഡിൻ കുറവ് ഉണ്ടെന്ന് പറഞ്ഞ് കൂടുതലായിട്ട് അയഡൈസ്ഡ് സാൾട്ട് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ തൈറോയിഡൈറ്റിസ് എന്ന അസുഖം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഈ തൈറോയിഡൈറ്റിസ് വരാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം അയഡിൻ കൂടുന്നതാണ്. തൈറോയിഡൈറ്റിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പല വേറെ അസുഖങ്ങളും, ക്യാൻസർ മാതിരിയുള്ള, ലിംഫോമ മാതിരിയുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൈറോയിഡൈറ്റിസ് കണ്ടുപിടിക്കാൻ ചില ടെസ്റ്റുകളുണ്ട്. അത് ആൻറ്റിബോഡി ടെസ്റ്റുകളാണ്. TPO എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്താൽ തൈറോയിഡൈറ്റിസ് ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റും. ഇത് പ്രധാനപ്പെട്ട തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ആണ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഹോർമോൺ കുറച്ച് ഉണ്ടാകുമ്പോൾ അതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഇന്ന് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുമുള്ള സ്ത്രീകളിൽ ഏറ്റവും സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഹൈപ്പോ തൈറോയിഡിസം. അതായത് ഹോർമോണിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന
അസുഖമാണ് ഹൈപ്പോതൈറോയിഡിസം. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം തൈറോയിഡൈറ്റിസ്, ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന ഒരു രോഗമാണ്. ഗോയിട്രസ് ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിൽ മുഴ വന്നിട്ട് ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുകയാണെങ്കിൽ അത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന രോഗം മൂലമാണെന്ന് അനുമാനിക്കാം. പ്രധാനമായിട്ട് ഇത് 2 ഏജ് ഗ്രൂപ്പിൽ, 2 പ്രായക്കാരിൽ വരാം. ഒന്ന് അഡോളസെൻറ്റ്, അതായത് കൗമാരക്കാരിലും, രണ്ടാമത്തെ ഗ്രൂപ്പ് പ്രായമായവരിലും ഈ അസുഖം വരാം. ലക്ഷണങ്ങൾ പെട്ടെന്ന് ക്ഷോഭിക്കുക, കൂടുതൽ വിയർക്കുക, വിശപ്പ് കൂടുക, ശരീരം ക്ഷീണിക്കുക, നെഞ്ചിടിപ്പ്, കിതപ്പ്, ശരീരത്തിന് കൂടുതലായിട്ട് ചൂടനുഭവപ്പെടുക, വിറയിൽ വരിക, ഇതൊക്കെയാണ് ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോടോക്സിക്കോസിസിൻ്റെ ലക്ഷണങ്ങൾ. ഹൈപ്പർ തൈറോയിഡിസം 3 വിധത്തിൽ ചികിത്സിക്കാം. ഒന്നാമതായിട്ട് മരുന്നുകൾ കൊടുത്ത് ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോടോക്സിക്കോസിനെ ചികിത്സിക്കാം. രണ്ടാമതായിട്ട് ശസ്ത്രക്രിയയിലൂടെ അതിനെ ചികിത്സിച്ചു മാറ്റാം. കൂടാതെ റേഡിയോ അയഡിൻ ചികിത്സ പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും റേഡിയോ അയഡിൻ ചികിത്സയിലൂടെ ഈ തൈറോടോക്സിക്കോസിനെ ചികിത്സിച്ചു മാറ്റാറുണ്ട്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, കുട്ടികൾക്ക് സാധാരണ റേഡിയോ അയഡിൻ കൊടുക്കാറില്ല. മാത്രമല്ല ചെറുപ്പക്കാരായ സ്ത്രീകൾ, പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് റേഡിയോ അയഡിൻ ചികിത്സ കൊടുക്കാറില്ല. പ്രധാനമായിട്ട് രോഗിക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ല. എല്ലായ്പ്പോഴും ശരീരത്തിന് ക്ഷീണം തോന്നുക, കൂടുതൽ ഉറങ്ങുക, ജോലികൾ വളരെ സ്ലോ ആയിട്ട് ചെയ്യുക, കാലിനും കൈക്കും നീര് വരിക, ശരീരത്തിന് ഭാരം കൂടുക, ഇവയൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. പ്രധാനമായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിശോധന ഹോർമോണിൻ്റെ ലെവൽ അളക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ TSH എന്ന് പറയുന്ന ഒരു ഹോർമോൺ മാത്രം നോക്കിയാൽ മതിയാവും. ഈ TSH ഹോർമോൺ കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അതിനെ ഹൈപ്പോതൈറോയിഡിസം എന്നും, TSH ഹോർമോൺ കുറവാണെങ്കിൽ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. നോർമൽ ലെവൽ എന്ന് പറയുന്നത് 0.3 to 4.3 ആണ്. അപ്പോൾ ഇതിന് കൂടുതൽ 5 കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്നും, 0.3ൽ താഴെയാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നും നമ്മൾ പറയും. അടുത്ത പ്രധാനപ്പെട്ട ടെസ്റ്റ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ടാണ്. ഈ അൾട്രാസൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ മുഴ എങ്ങനെയുള്ള മുഴയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് കുഴപ്പമില്ലാത്ത മുഴയാണോ ക്യാൻസർ ആണോ എന്ന് ഈ സ്കാനിങ്ങിലൂടെ, അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഒരു കോശപരിശോധന, സൂചി കൊണ്ട് കുത്തി ഈ മുഴയിൽ നിന്നും കുറച്ച് കോശങ്ങളെടുത്ത് അത് മൈക്രോസ്കോപ്പിൻ്റെ അടിയിൽ വെച്ച് പരിശോധിച്ചാൽ ഈ മുഴ അപകടകാരിയാണോ അതോ കുഴപ്പമില്ലാത്ത മുഴയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് 3ഉമാണ് ആദ്യം ചെയ്യുന്ന പരിശോധന: ഹോർമോൺ പരിശോധന, അൾട്രാസൗണ്ട് പരിശോധന, FNAC കൊണ്ട് ഉള്ള കോശ പരിശോധന. ഇത് 3ഉമാണ് നമുക്ക് പ്രധാനമായിട്ടും തൈറോയിഡ് അസുഖങ്ങളെ കുറിച്ചറിയാനായിട്ടുള്ള പരിശോധനകൾ. സാധാരണഗതിയിൽ CT സ്കാനോ അതുമാതിരിയുള്ള MRI മുതലായുള്ള കൂടിയ പരിശോധനകളൊന്നും തൈറോയിഡിന് ആവശ്യമില്ല. CT സ്കാൻ സാധാരണഗതിയിൽ ചെയ്യാറില്ല. തൊണ്ട നെഞ്ചിനകത്തോട്ട്, ഉള്ളിലോട്ട് റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ എന്ന് പറയും, ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ CT സ്കാനിൻ്റെ ആവശ്യമുള്ളൂ. കൂടാതെ ഏതെങ്കിലും തരം ക്യാൻസർ നമ്മൾ സംശയിക്കുകയാണെങ്കിൽ CT സ്കാനിൻ്റെ ആവശ്യമുണ്ട്. അത് അല്ലെങ്കിൽ CT സ്കാൻ സാധാരണയായിട്ട് ചെയ്യാറില്ല. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് കൊണ്ടുള്ള CT സ്കാനും സാധാരണഗതിയിൽ നമ്മൾ
ചെയ്യാറില്ല. ഒരുപക്ഷെ തൈറോടോക്സിക്കോസിസ് എന്ന അസുഖം ഉണ്ട്. അത് ഏത് തരത്തിലുള്ള ടോക്സിക്കോസിസ് ആണെന്ന് അറിയണമെങ്കിൽ മാത്രമേ CT സ്കാൻ ചെയ്യാറുള്ളൂ. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഗോയിറ്റർ കൂടുതലായി കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഹിമാലയൻ താഴ്വരകൾ, അതുപോലെ തന്നെ കേരളത്തിലെ മലയോര പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം മണ്ണിലും വെള്ളത്തിലും അയഡിൻ്റെ കുറവ് ഉള്ളത് കാരണമാണ് ആ പ്രദേശത്ത് ആളുകൾക്ക് കൂടുതലായിട്ട് ഗോയിറ്റർ കാണുന്നത്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് എല്ലാ ജില്ലകളും ഗോയിറ്ററിന് എൻഡമിക് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. തൈറോയിഡ് ഹോർമോണുകൾ സാധാരണ നിലയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴകളെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു അസുഖം നോഡുലാർ ഗോയിറ്റർ, അതാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന മുഴ. ഈ നോഡുലാർ ഗോയിറ്റർ തന്നെ ചിലപ്പോൾ ഒറ്റ മുഴ മാത്രമായിട്ട് കാണും. അതിനെ സോളിറ്ററി തൈറോയ്ഡ് നോഡ്യൂൾ എന്ന് പറയും. കൂടാതെ തൈറോയിഡിലെ സിസ്റ്റുകൾ, വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥകൾ, തൈറോയിഡൈറ്റിസ്, തൈറോയിഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, തൈറോയിഡൈറ്റിസ് ഉണ്ടാകാം. കൂടാതെ അവസാനമായിട്ട് തൈറോയിഡിൽ ക്യാൻസറും ഉണ്ടാകും. ഇതാണ് പ്രധാനപ്പെട്ട മുഴകൾ. സാധാരണയായിട്ട് ഒരു 10 മുതൽ 20% വരെ മുഴകളിൽ ക്യാൻസർ കാണാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ 80% മുഴകളും ക്യാൻസർ അല്ല എന്നുള്ളതാണ്. അത് നമുക്ക് ഈ FNAC എന്ന കോശ പരിശോധനയിലൂടെ തൈറോയിഡ് ഗോയിറ്റർ മുഴ ക്യാൻസർ ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. വളരെ ലളിതമായ പരിശോധനയാണിത്. തൈറോയിഡിലെ മുഴ പെട്ടെന്ന് വലുതാകുക, വേദന ഉണ്ടാകുക, കൂടുതൽ കട്ടിയായിട്ട് വരിക, തൈറോയിഡ് ഗ്രന്ഥിക്ക് ചുറ്റുമുള്ള ലസിക ഗ്രന്ഥികൾ വലുതാകുക, ഒച്ചയടപ്പുണ്ടാകുക, ശ്വാസതടസ്സം ഉണ്ടാകുക എന്നിവയാണ് തൈറോയിഡിൻ്റെ ക്യാൻസർ ലക്ഷണങ്ങൾ. വളരെ അപകടം കുറഞ്ഞ തരത്തിലുള്ള ഒരു ക്യാൻസറാണ് തൈറോയിഡ് ഗ്രന്ഥിയിലുണ്ടാകുന്നത്. ശരിയായ ചികിത്സയിലൂടെ 20-25 വർഷം സാധാരണ നിലയിലുള്ള ആയുസ് കിട്ടാവുന്ന ഒരു ക്യാൻസറാണ് തൈറോയിഡ് ഗ്രന്ഥിയിലെ ക്യാൻസർ. കൂടാതെ അപകടകാരിയായ ക്യാൻസറും തൈറോയിഡ് ഗ്രന്ഥിയിൽ വരാം. പക്ഷേ 90% ക്യാൻസറുകളും, തൈറോയിഡിൽ വരുന്ന ക്യാൻസറുകൾ അപകടകാരികളല്ല. മുഴ കോശപരിശോധനയിൽ അപകടകാരിയാണ് എന്ന് കണ്ടാൽ നമ്മൾ പ്രധാനമായിട്ടും ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത്. കൂടാതെ വളരെ വലിയ മുഴകൾ, 4 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വലിപ്പമുള്ള മുഴകൾ, മുഴ നെഞ്ചിനകത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ തൈറോടോക്സിക്കോസിസ്, അതായത് ഹൈപ്പർ തൈറോയിഡിസം എന്ന അസുഖത്തിന് പലപ്പോഴും ശസ്ത്രക്രിയ നിർദ്ദേശിക്കാറുണ്ട്. പലപ്പോഴും മുഴ ഒരു മാനസിക പ്രശ്നം അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക്കായിട്ട്, പ്രധാനമായിട്ട് ചെറുപ്പക്കാരികളായ സ്ത്രീകളിൽ നമുക്ക് സർജറി നിർദ്ദേശിക്കേണ്ടി വരും. തൈറോയിഡ് ഗ്രന്ഥിക്ക് ചുറ്റും 2 പ്രധാനപ്പെട്ട ഞരമ്പുകളുണ്ട്. ഈ 2 ഞരമ്പുകളും, അതായത് നെർവ്സ്, നമുക്ക് സംസാരത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാരിങ്സിനെ സപ്ലൈ ചെയ്യുന്ന 2 നെർവുകളുണ്ട്. ഒന്ന് റിക്കറൻറ്റ് ലാരിഞ്ചിയൽ നെർവ് എന്ന് പറയും, രണ്ടാമത്തേത് എക്സ്റ്റേണൽ ലാരിഞ്ചിയൽ നെർവ് എന്ന് പറയും. ഈ 2 നെർവും ഈ മുഴയ്ക്ക് വളരെ അടുത്തുകൂടെയാണ് പോകുന്നത്. അപ്പോൾ ക്യാൻസർ ശസ്ത്രക്രിയയാണെങ്കിൽ ചിലപ്പോൾ ഈ നെർവുകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ വളരെ അടുത്തുകൂടെ പോയി ആ നെർവിന് ചുറ്റും ക്യാൻസർ പോവുകയാണെങ്കിൽ ആ നെർവിന് പ്രശ്നങ്ങളുണ്ടാകാം. അതുകൊണ്ട് ചില അവസരങ്ങളിൽ
ഒച്ചയടപ്പ്, അത് 1% താഴെ ഒച്ചയടപ്പ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഹൈപ്പോ പാരാതൈറോയിഡിസം. ഈ പാരാതൈറോയിഡ് ഗ്രന്ഥികൾ ഈ തൈറോയിഡ് ഗ്രന്ഥിയിൽ ചേർന്നാണ് ഇരിക്കുന്നത്. അതിനെ വേണമെങ്കിൽ കാൽസ്യം ഗ്രന്ഥികളെന്ന് പറയാം. ഈ 4 ഗ്രന്ഥികളും തൈറോയിഡ് ചേർന്നിരിക്കുന്നതിനാൽ ചിലപ്പോൾ തൈറോയിഡ് മുഴ നീക്കം ചെയ്യുന്നതിനോടൊപ്പം ഈ പാരാതൈറോയിഡ് ഗ്രന്ഥിയും എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പോ പാരാതൈറോയിഡിസം അഥവാ ഈ കാൽസ്യം ഗ്രന്ഥിയുടെ കാൽസ്യം പ്രൊഡക്ഷനെ അത് ബാധിക്കുകയും ഹൈപ്പോ കാൽസീമിയ അല്ലെങ്കിൽ ഹൈപ്പോ പാരാതൈറോയിഡിസം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സാധാരണയായിട്ട് കഴുത്തിൻ്റെ താഴെ ഭാഗത്ത് മുൻവശത്ത് ഒരു ചെറിയ മുറിവിലൂടെയാണ് തൈറോയിഡ് ഗ്രന്ഥി നമ്മൾ നീക്കം ചെയ്യുന്നത്. ചില അവസരങ്ങളിൽ ഇത് കീഹോൾ സർജറിയിലൂടെയും നീക്കം ചെയ്യാൻ സാധിക്കും. കീഹോളിൽ കൂടെ നീക്കുമ്പോൾ കഴുത്തിൻ്റെ മുൻവശത്ത് ഈ ശസ്ത്രക്രിയ പാടുണ്ടാവുകയില്ല. പക്ഷേ കൂടുതൽ അവസരങ്ങളിലും നമ്മൾ വലിയ മുഴകളാണെങ്കിൽ ഓപ്പൺ, അതായത് ശസ്ത്രക്രിയയിലൂടെയാണ് തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നത്.